സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. എടവനക്കാട് സ്വദേശി 19 വയസ്സുകാരി ജാസ്ലിയ ജോൺസന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ജാസ്ലിയുടെ കരൾ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിക്കും വൃക്കകൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും നേത്രപടലം അങ്കമാലി ഐ ബാങ്ക് അസോസിയേഷൻ ഓഫ് കേരളയിലേക്കും കൈമാറും. ആൻ മരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി. ആൻ, വീണ്ടും ഒരു മരണാനന്തര അവയവദാനം സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ 19 വയസ്സുകാരിയായ ജാസ്ലിയ ജോൺസൺ എന്ത് അപകടത്തിലാണ് ഈ രീതിയിൽ ഒരു അവസ്ഥയിലേക്ക് വന്നത്? പ്രജിൻ, മരണത്തിലും മങ്ങാത്തൊരു പുഞ്ചിരിയായി മാറിയിരിക്കുകയാണ് 19കാരി. കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതിയാണ് അങ്കമാലിയിൽ വെച്ച് ഒരു കാർ അപകടത്തിലാണ് ജസ്ലിയയ്ക്ക് ഈ അപകടമുണ്ടാക്കുന്നത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ജീവനക്കാരാണ് 19കാരിയായിട്ടുള്ള ജാസ്ലിയെ അങ്കമാലിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് ഈ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്നാണ് രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഇന്ന് രാവിലെ വെളുപ്പിനെ ഒരു 6:30 കൂടിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. എറണാകുളം എടവനക്കാട് സ്വദേശിയാണ് ജാസ്ലി. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ 2ാം വർഷ ബികോം വിദ്യാർത്ഥിനിയാണ്. ഈ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി കൂടി ഈ ജാസ്ലിയ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ ഫെബ്രുവരി 28-ന് ഈ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് ഒരു കാർ ഇടിക്കുകയും തുടർന്ന് ജാസ്ലിയയ്ക്ക് തലയ്ക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ജാസ്ലി അങ്കമാലിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും തുടർന്ന് സ്ഥിതിഗതികൾ മോശമായതിനെ തുടർന്ന് രാജഗിരി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ എന്തായാലും പേർക്ക് ജീവൻ നൽകുന്ന ഒരു കർമ്മമായി ഇത് മാറുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.